In this particular lesson, what did we see? What did we see in this particular lesson? In the lesson, we have already learned that there is a person, that is Mr. Job. പെട്രോളിന് എന്താ വില? 2 വർഷം കഴിഞ്ഞിട്ട് അറിഞ്ഞാ പോരെ? നീ ഒന്ന് അറിഞ്ഞിരിക്കണം, നല്ലതാ. അവിടെയൊന്ന് ഇവിടെയൊന്ന് പെട്രോളിൽ കുളിപ്പിക്കും മോളെ നിന്നെ അവന്മാര്. അസൂയ വേണ്ട മോളെ, ഞാൻ വേറെ ലെവലാ. നീയേ ലെവലല്ല, മലരാണ് മലര്. ഡീ സോറി ടീച്ചറെ. ക്ലാസ്സിലേക്കാണോ? അതെ, എനിക്ക് ഫ്രീ പീരീഡ് ആണ്. വേണോ? വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. ബാഗ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ആണോ? പ്രാർത്ഥനയുടെ ബോയ്ഫ്രണ്ട് MDMA. അവള് കേക്കണ്ട, നിന്നെ കോമ്പസിന് കുത്തും. അപ്പൊ നിന്റെ ഫ്രണ്ട് വരുണോ? അവൻ പാവം, പതുപോലെ ഇന്നും കിടപ്പാണല്ലോ. അവൻ രാവിലെ പത്രം ഇടാൻ പോവും. ഈ ബൈക്ക് നീ വാങ്ങിക്കൂ? ആടാ, എൻ്റെ ആഗ്രഹമാടാ. നിൻ്റെ വീടിൻ്റെ ചേട്ടന്മാരില്ലേ, അവരപ്പം ഞാൻ ബൈക്കിൽ പറന്നു പോകും സ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാരോ? ദൈവമേ, എന്തുറ്റിയടാ? കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റ് ആയി. ഒരു ഏട്ടൻ മരിച്ചുപോയി, ഒരു ഏട്ടൻ സീരിയസ് ആണെന്നാണ് പറയണേ. All sit down. വരുൺ, പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവരുടെ ബാഗ് ഒന്ന് പരിശോധിക്കാം. ആ ലീഡേഴ്സ് ഇങ്ങ് വന്നേ. നിധി, ഇവരുടെ ബാഗ്, എല്ലാവരും ബാഗ് എടുത്ത് വെച്ചേ. ഒരാളെ ചിരിക്കണ്ട കേട്ടോ. വല്ലതും കിട്ടിയോ ടീച്ചറെ? ഇല്ലെന്നേ, ഒന്നും കിട്ടിയില്ല.
പക്ഷേ എനിക്ക് ഉറപ്പാണ് ടീച്ചറെ, ആ ക്ലാസ്സിൽ ആരോ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ആ കുട്ടികളുമായിട്ട് കൂട്ടിയിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് ഉറപ്പായും കണ്ടുപിടിച്ചേനെ. ക്ലാസ് മാറിപ്പോയതാണോ? അല്ല ടീച്ചറെ, അല്ല, ക്ലാസ് മാറിപ്പോയതല്ല. എൻ്റെ ക്ലാസ്സിൽ വരുൺ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, അറിയാമല്ലോ. അവനൊന്നും കിടപ്പാ, എല്ലാവരും അവന് സംശയം പറയാറുണ്ട്. പക്ഷെ അവനെ പത്രം ഇടാൻ പോകും വെളുപ്പിന്, പിന്നെ കൃഷിയുണ്ട്, കന്നുകാലി വളർത്തലുണ്ട്, അവനെ എല്ലാവരും സംശയം പറയാറുണ്ട്. പക്ഷെ ഇത് ആൺകുട്ടിയല്ലേ ടീച്ചറെ, ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയോ? അല്ല ടീച്ചറെ, 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. വേറെ ക്ലാസ്സിലെ കുട്ടികൾ അവിടെ വരുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള കുട്ടികളല്ല, അല്ലാത്ത കുട്ടികളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് HM-നെ പ്രിൻസിപ്പളെ എന്തായാലും അറിയിക്കണം. തീർച്ചയായിട്ടും നമുക്കത് അറിയിക്കണം ടീച്ചറെ. ടീച്ചറെ നമ്മുടെ ക്ലാസ്സിലെ പ്രാർത്ഥന വൈകിട്ടാകുന്നു. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? മക്കളെ എന്ത് തോന്നുന്നു? മറ്റുള്ളവരെ സങ്കടപ്പെടുത്തിക്കൊണ്ടുള്ള സന്തോഷം മൃഗീയമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നേടുന്ന സന്തോഷം ഒരു മര്യാദയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നേടുന്ന സന്തോഷം അഭിനന്ദനീയമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നാം ഏറ്റെടുക്കുന്ന വേദന ദൈവികമാണ്. എന്തു തന്നെയായാലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേദന വന്നിട്ടുണ്ടെങ്കിൽ ഈ വാചകങ്ങൾ നിങ്ങൾക്ക് എന്നും ആശ്വാസമായിരിക്കും. പ്രിയമുള്ള മക്കളെ, നിങ്ങളെല്ലാവരും വിശാലമായ ലോകത്തിന്റെ വെളിച്ചത്തിലേക്ക് പറക്കുവാനുള്ളവരാണ്, ഉയരുവാനുള്ളവരാണ്. ഈ ദൃശ്യത്തിൽ കണ്ടതുപോലെ നിങ്ങൾ ആരും ഒരിക്കലും ഇരുട്ടിന്റെ ഒറ്റമുറിയിലേക്ക് പോകരുതേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക.